ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഇത് കാണുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും സേവ് ചെയ്ത് വെച്ചോ, ഈ വീഡിയോ ലൈക്ക് ചെയ്തോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വൈകാതെ കൃത്യസമയങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നോക്കാം, നിങ്ങൾക്ക് പല രീതിയിലുള്ള സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു പക്ഷേ അതിന് എലിജിബിൾ ആയിരിക്കും. അതെന്തൊക്കെയാണ്? റിസർവേഷൻ, ഇൻകം, അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക്, മെറിറ്റ് ബേസിൽ ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഗവൺമെന്റ് റിലേറ്റഡ് ഒരുപാട് സ്കോളർഷിപ്പുകൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം വഴിയാണ്, അല്ലെങ്കിൽ പോർട്ടൽ വഴിയാണ്. അതാണ് NSP. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല. അതായത് നിങ്ങൾ 8 മുതൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 8ാം ക്ലാസ് വരെ നമുക്ക് എടുക്കാം. 7 പാസ്സായി 8ൽ പഠിക്കുന്നവർ 9, 10, അതുപോലെ ഇപ്പോൾ +1, +2, അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക്, ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ, MG ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതെങ്കിലും ഒരു സാധാരണ ഡിഗ്രി എടുത്തവരാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പിന്റെ അണ്ടറിൽ വരുന്ന പല സ്കീമുകളിലേക്കും അപ്ലൈ ചെയ്യാം. പ്രധാനമായിട്ടും പോസ്റ്റ് മെട്രിക്, അതായത് മുസ്ലിം സ്റ്റുഡൻസിന് ഉൾപ്പെടെ ലഭ്യമാക്കുന്നതുണ്ട്, SC ST കുട്ടികൾക്കുണ്ട്, ഇനി ഇൻകം ലെവൽ കുറഞ്ഞവർക്കുണ്ട്, നായർ സമുദായത്തിലുള്ളവർക്കുണ്ട്, സെൻട്രൽ സെക്ടർ ഉണ്ട്. ഇത് കൂടാതെ PM യശസ്വി സ്കോളർഷിപ്പ് സ്കീമുകളുണ്ട്, ഗ്രാൻസ്. നിങ്ങൾക്ക് അറിയാം, ഗ്രാൻസ് എന്ന് പറയുന്നത് നമ്മുടെ OBC OEC ലെവൽ സ്റ്റുഡൻസിനെല്ലാം വളരെ വ്യാപകമായിട്ട് പലർക്കും, അതായത് വളരെ വൈഡായിട്ട് കിട്ടുന്ന സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത്, ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക്, ക്ലാസ് ഗ്രൂപ്പ്സിലേക്ക് അയച്ചു കൊടുത്തിട്ട് പറയേണ്ടത്, ഇതെല്ലാം ഈ പറഞ്ഞ സ്കോളർഷിപ്പ് പ്രൊസീജിയേഴ്സ് എല്ലാം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടി എന്ത് വേണം? അതോറിറ്റി അല്ലെങ്കിൽ അപ്രൂവൽ വേണ്ട, ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി കടന്നു പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളോ കോളേജോ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഓഫീസുമായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓഫീസ് ഡെസ്കുമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അക്ഷയയിൽ പോയി NSPയിൽ, അതായത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ഇൻഫർമേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അക്കാദമിക് ഡീറ്റെയിൽസ്, ബാക്കി എല്ലാം കൊടുത്തിട്ട് ഉള്ളവർ ചെയ്യേണ്ട. ഉള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ, ഓൾറെഡി അഡ്മിഷൻ ഇതിലുണ്ടാവും, അത് വെച്ചിട്ട് ഏതിനൊക്കെയാണ് NSP വഴി ആപ്ലിക്കബിൾ എന്ന് നോക്കുക. അപ്പോൾ ചിലർക്ക് PM യശസ്വി സ്കോളർഷിപ്പ് ഓൾറെഡി ആപ്ലിക്കബിൾ ആയിരിക്കും. ചിലർക്കാണെങ്കിൽ എന്താണ് ഈ പറയുന്ന ഗ്രാൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും, മീൻസ് ഓൾറെഡി. അപ്പോൾ അതിന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിർദ്ദേശിക്കുന്ന ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യുക? ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ അപ്രൂവലിന് വേണ്ടി നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം എന്തിനാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് അക്ഷയ വഴിയോ സ്വന്തമായിട്ടോ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് മൂന്നാമത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ അതിൻ്റെ അപ്രൂവലിൻ്റെ ഫോളോ അപ്പ് നടത്തുക. ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണ് എങ്കിൽ അടുത്തൊരു ജനുവരി ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ ഈ അക്കാദമിക് ഇയറിലെ പൈസ ട്രഷറി വഴി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, അത് ഗ്രാൻസ് ആയാലും ബാക്കി ഈ പറഞ്ഞ സ്കോളർഷിപ്പ് എല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, ബാങ്കിലേക്ക് എന്ത് വരും? ഈ സ്കോളർഷിപ്പിന്റെ റിവാർഡുകൾ ഈ അക്കാദമിക് ഇയർ തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്തോ.